ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. സ്വീറ്റ്സ് ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് തമിഴ്നാട് സ്റ്റൈലിൽ എളുപ്പത്തിലൊരു പാൽക്കോവയുടെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. നമ്മൾ കുട്ടിക്കാലങ്ങളിൽ ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങില്ലേ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പാൽക്കോവ. ഇത് ഷേപ്പിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, എന്നാലും ടേസ്റ്റ് വൈസ് നോക്കുമ്പോഴേക്കും രണ്ടും ഒരുപോലെയാണ്. അപ്പോൾ ആദ്യം നമുക്കൊരു അടിക്കട്ടിയുള്ള പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്കൊരു 750 ml പാൽ ഒഴിച്ചു കൊടുക്കാം. ശേഷം തുടരെ ഇളക്കി കൊടുത്ത് നമുക്ക് ഈ പാലൊന്ന് തിളപ്പിക്കണം. പാൽ അത്യാവശ്യം തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് 60 ml കപ്പിൽ അരക്കപ്പ് അളവിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഒരു പക്ഷേ പാൽപ്പൊടി ചേർത്ത് കൊടുത്തില്ലെങ്കിൽ പാല് കുറുകി വരാൻ കുറച്ചധികം സമയമെടുക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഈ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും തുടരെ ഇളക്കി കൊടുക്കുക. അതുപോലെ ഈ പാല് നന്നായിട്ട് തന്നെ കുറുകി വരുന്നത് വരെയും ഈ ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഇട്ട് കൊടുത്ത് വേണം നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാൻ. ഇനി ലോ ഫ്ലെയിമിലിട്ട് പാല് കുറുക്കിയെടുക്കാമെന്ന് വെച്ചാൽ തന്നെയും പാല് വളരെ പെട്ടെന്ന് കുറുകി കിട്ടില്ല. പിന്നെ ഈ പാത്രത്തിൻ്റെ വശങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാലുണ്ടല്ലോ, അത് അവിടെ ഇരുന്ന് കരിയുന്നതിന് മുൻപായിട്ട് തന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ അതവിടെ ഇരുന്ന് കരിഞ്ഞ് പാലിൻ്റെ കളറാകെ മൊത്തം ചേഞ്ചായി ഏകദേശം ഒരു ക്യാരമലിൻ്റെയൊക്കെ കളറുണ്ടല്ലോ, അതുപോലെ അങ്ങ് ആവും. അതുകൊണ്ട് ഈ കാണുന്നത് പോലെ വശങ്ങളിലൊക്കെ പാൽ ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഈ പാൽ അത്യാവശ്യം കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ കറക്റ്റ് മധുരമായിരിക്കും കേട്ടോ. നിങ്ങൾക്കൊരു പക്ഷേ പഞ്ചസാര കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ഇതിലും കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പാലായതുകൊണ്ട് തന്നെ അതൊരു വലിയ വിഷയമൊന്നുമല്ല. അപ്പോൾ ഈ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇടതടവില്ലാതെ തുടരെ ഇളക്കി കൊടുക്കുക. അങ്ങനെ ഏതാനും മിനിറ്റുകൾ കൂടി കഴിഞ്ഞപ്പോഴേക്കും പാൽ ഈ കാണുന്നത് പോലെ കുറച്ചുകൂടി ഒന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ അവസരത്തിൽ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്തിളക്കാം. അപ്പോൾ ഈ ഏലക്ക പൊടി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത്രയൊന്നായി കഴിഞ്ഞാൽ തന്നെയും നമ്മുടെ ആ ഒരു പാൽക്കോവ കറക്റ്റ് പാകത്തിനെത്തിയിട്ടുണ്ടാവും. അപ്പോൾ പിന്നീട് നമുക്കിത് തീയിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. കാരണം ആ ഒരു പാത്രത്തിൻ്റെ ചൂട് മാത്രം മതി നമുക്ക് ഈ കാണുന്നത് പോലെ പാൽക്കോവ തിക്കായി കിട്ടാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ 90s കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാൽക്കോവയുടെ വളരെ സിമ്പിളായിട്ടുള്ള വെർഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. തീർച്ചയായും ഇന്നത്തെ ജനറേഷനിൽപ്പെട്ട കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു കിഡ്ഡു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരല്പം ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ബദാമും കൂടി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പൊളി ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ അതുപോലെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.